ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ കേൾപ്പാൻ എല്ലാം ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രാത്രി നാം ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുഗ്രഹമായി മാറണം. പ്രൈസ് ഗോഡ്. മറ്റൊരുത്തനും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട, മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. പ്രൈസ് ഗോഡ്. ആ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ, ഇന്ന് ഞാൻ പ്രയർ സെൻ്ററിലായിരുന്നപ്പോൾ ഒരു കുടുംബം വലിയൊരു വിഷയവുമായി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ പിതാവ് ഇപ്രകാരം പറഞ്ഞു: ഡോക്ടർമാർക്ക് മരുന്നിന് കഴിയത്തില്ലെന്ന് മനസ്സിലായി. പ്രൈസ് ഗോഡ്. ഒരു വലിയ അറിവാണത്. ഡോക്ടർമാർക്കും മരുന്നിനും കഴിയത്തില്ലെന്ന് മനസ്സിലായി. പ്രൈസ് ഗോഡ്. ഞാൻ ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ഷുഡ് സ്റ്റോപ്പ് മെഡിസിൻ. നിങ്ങൾ മരുന്ന് നിർത്തണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഡോക്ടറെ കാണണമെന്നല്ല അർത്ഥം. ഞാൻ പറഞ്ഞു, ഈ ഡോക്ടറെ തന്നെ കണ്ടോ, ഈ മരുന്ന് തന്നെ കഴിച്ചോ, ഇത് ഫലിക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കഴിച്ചോ. പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു അറിവുണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്നും ഫലിക്കാതെ പോയാലും ഫലിക്കുന്ന ഒന്നുണ്ട്. ഹല്ലേലൂയ. പോലീസുകാർക്ക് പ്രവർത്തനം പരിഹരിക്കാൻ കഴിയത്തില്ല, കോടതിക്ക് കഴിയത്തില്ല, പക്ഷെ ഒരു അറിവുണ്ട്. സ്വർഗീയ കോടതിക്ക് ഇത് പരിഹരിക്കാൻ കഴിയും. ബാങ്കിന് കഴിയത്തില്ല, സൊസൈറ്റിക്ക് കഴിയത്തില്ല, ബ്ലേഡ് ബാങ്കിനും കഴിയത്തില്ല. എന്നാൽ എനിക്കൊരു സ്വർഗീയ ബാങ്ക് ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മെഡിക്കൽ കോളേജിൽ നടക്കാത്തത്, കോടതിയിൽ നടക്കാത്തത്, പോലീസ് സ്റ്റേഷനിൽ നടക്കാത്തത്, ബാങ്കിൽ നടക്കാത്തത് ദൈവത്തിൻ്റെ മുൻപിൽ, എൻ്റെ യേശുവിൻ്റെ മുമ്പിൽ നടക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം ഒരു സ്തോത്രം പറയാം. ഇന്ന് രാത്രി കർത്താവേ, ചില വിഷയങ്ങളുടെ പുറത്ത് ആമേൻ കോടതികൾ കയറി ഇറങ്ങിയിട്ടും, ആസ്പത്രികൾ കയറി ഇറങ്ങിയിട്ടും, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടും, അനവധി വാതുക്കൾ മുട്ടിയിട്ടും, ബാങ്കുകളും സൊസൈറ്റിയും കയറി ഇറങ്ങിയിട്ടും പരിഹാരം വരാതെ കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലുണ്ട്. അത് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, വചനത്തിലേക്ക് കടക്കാം. ആമേൻ, ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് അരിക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. നല്ല പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ക്ഷാമമുള്ള സമയം അരിക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. 1 കിലോയ്ക്ക് 100 രൂപ. 10 കിലോ അരി മേടിക്കാൻ വീട്ടിലുള്ളതെല്ലാം കൂടെ തപ്പിപ്പറയ്ക്ക് 1000 രൂപയും കൊണ്ട് ക്യൂ നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. ക്യൂ നീണ്ട് കിടക്കുന്നത് കാണുമ്പോൾ ഇയാൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് ഒരു 10 കിലോ അരി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. പ്രൈസ് ഗോഡ്. അങ്ങനെ നിന്ന് വിഷമിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നു, ഈ ക്യൂവിൽ നിന്ന് വിഷമിക്കേണ്ട, അപ്പുറത്ത് 10 കിലോ അരി നല്ല അരി വെറുതെ കൊടുക്കുന്നു. പ്രൈസ് ഗോഡ്. എന്തോ ചെയ്യും? ഈ ക്യൂവിൽ നിന്ന് സഞ്ചിയും കൊണ്ട് ഒരൊറ്റ ഓട്ടമാണ്. ഇന്ന് രാത്രി അങ്ങനെ ഓടാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരുക്കിയത് വെറുതെ ഒരുക്കിയിട്ടിരിക്കുന്നത്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടിരിക്കുന്നത് അവിടെ കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കി യേശുവിന്റെ നാമത്തിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ നൽകിയിരിക്കുന്ന വേറെ ഒരു നാമവുമില്ല എന്ന് വിശ്വസിക്കുന്നവർ ഒരു 3 ഹല്ലേലൂയ പറയാമോ? In the name of Lord Jesus. കർത്താവേ, ഇന്ന് രാത്രി ഈ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ ശക്തി നിന്റെ ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. രക്ഷയില്ലാതെ കിടക്കുന്ന വിഷയങ്ങൾ, മറ്റൊരിടത്തും രക്ഷയില്ലാതെ കിടക്കുന്ന വിഷയങ്ങൾ, ആസ്പത്രി കൊണ്ട് രക്ഷയില്ലാത്ത വിഷയങ്ങൾ, കോടതി കൊണ്ട് രക്ഷയില്ലാത്ത വിഷയങ്ങൾ, അവൻ ബാങ്ക് കയറി രക്ഷയില്ലാത്ത വിഷയങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് നമ്മെ ചുറ്റിക്കറങ്ങിയിട്ടും ഒരു വിടുതലും കിട്ടാതെ കിടന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലുകൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിടുവിക്കുന്ന ദൈവകരം ചലിക്കണമേ. In the name of Jesus. തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് തുടങ്ങാൻ പോവുക. ഇന്ന് രാത്രി എൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾ മാറുകയും യേശുവിൻ്റെ അടുക്കൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും വന്നിട്ടുണ്ടോ? ഓക്കെ, ലെറ്റ് us start. പ്രൈസ് ഗോഡ്. പ്രോവർബ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ മാസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സദൃശവാക്യങ്ങളാണ്. ഹല്ലേലൂയ. ഈ മാസം മുഴുവനും നമുക്ക് വായിക്കാൻ
നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകമാണ്. അതിൽ നിന്നാണ് ഫേസ് സിറ്റിയിലെ പ്രസംഗങ്ങൾ, ഇവിടുത്തെ പ്രസംഗങ്ങളൊക്കെ അതിൽ നിന്നാണ്. അതിനോട് ഞാൻ ചോദിച്ചൊരു സദൃശവാക്യം, ഈ നവംബർ തുടങ്ങിയിട്ട് വായിക്കുന്നവർ കരമേറിയൊരു സ്വത്രം പറയാമോ? കൈ പൊക്കാത്തവരോട് ഞാൻ പറയുന്നു, വായിക്കുക. വചനം അകത്തോട്ട് കയറട്ടെ. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ തലമുറയിൽ, നിൻ്റെ കുഞ്ഞുങ്ങളിൽ, ഇവിടെ എല്ലാം ഉള്ളിലോട്ട് പ്രൈസ് ഗോഡ് ഈ പുട്ടും പൊറോട്ടയും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇറച്ചിയും ബീഫും മട്ടനും ഒക്കെ കയറുന്നതിനേക്കാൾ വേഗത്തിൽ വചനം അങ്ങോട്ട് കയറട്ടെ. മാറ്റം വരും. പ്രൈസ് ഗോഡ്. വീട്ടിൽ വായിക്കണം, വായിക്കുന്നിടത്ത് കേൾക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കിട്ടുന്ന സമയം മുഴുവൻ ഉപയോഗിച്ചോണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രോവർബ്സ് 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. പ്രോവർബ്സ് സദൃശവാക്യം 17-ാം അധ്യായം 1-ാം വാക്യം. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയപ്പം ഏറ്റവും നല്ലത്. പ്രൈസ് ഗോഡ്. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും, ബാക്കി പറയാമോ? ഉറക്കെ പറയാമോ? നല്ലത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തുണ്ടായിട്ട് എന്നാ സ്വസ്ഥതയില്ലെങ്കിൽ എന്ത് പ്രയോജനം? പ്രൈസ് ഗോഡ്. ഒന്നുമില്ലെങ്കിലും എന്നാ സ്വസ്ഥതയുണ്ടെങ്കിൽ പോരെ. നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് അമ്മച്ചിമാരൊക്കെ പറയും, ഒന്നുമില്ലെങ്കിലും വേണ്ടില്ലായിരുന്നു, ചമ്മന്തി കഞ്ഞിയാലും വേണ്ടിയായിരുന്നു, സമാധാനം ഉണ്ടായാൽ മതിയായിരുന്നു. ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് ഉറക്കെ പറയാമോ? സ്വസ്ഥത. വായിച്ച വാക്യത്തെന്ന് പറഞ്ഞാൽ മതി. മറ്റേത് ചമ്മന്തിയുടെ കാര്യം പറഞ്ഞ ആളുടെ കാര്യം പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ വേണ്ടില്ല, ചമ്മന്തിയും കഞ്ഞിയാലും വേണ്ടി സമാധാനം ഉണ്ടായാൽ മതി. അതല്ല, വായിച്ച വാക്യത്തിൽ പറയുന്നു. ഒന്നുകൂടെ വാക്യം ശ്രദ്ധിച്ച്. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയപ്പം ഏറ്റവും നല്ലത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതങ്ങ് ഒന്നൊന്ന് പറയാമോ നമുക്ക് ആ വാക്യം? ഒന്നുകൂടെ വായിച്ച്. കലഹത്തോടുകൂടി പറഞ്ഞിട്ട്. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞു. കലഹത്തോടുകൂടി വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. ഇതാ നമുക്ക് വേണ്ടതെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ രണ്ട് അവസ്ഥകളെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഒന്ന് കലഹം, രണ്ട് സ്വസ്ഥത. പ്രൈസ് ഗോഡ്. ഇനി വേറൊന്ന് ഞാൻ പറയാം. സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ കലഹമില്ലാതിരിക്കണം. സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ കലഹമില്ലാതിരിക്കണം. വീട് നിറച്ച യാഗഭോജനത്തിൻ്റെ കൂടെ കലഹം വന്നാൽ എന്തുണ്ടായിട്ടും കാര്യമില്ലെന്ന്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി വഴക്കുണ്ടാക്കി വന്ന വല്ല കുടുംബം ഇരിപ്പുണ്ടോ? കയ്യൊന്നും പൊക്കല്ലേ, പ്രശ്നമോ? നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് വഴക്കുണ്ടാക്കിയ പാർട്ടി ഇതിനകത്തിരിപ്പുണ്ടോ? ഈ ആഴ്ച തുടങ്ങിയിട്ട്, തിങ്കളാഴ്ച, ഇത് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, ഞായറാഴ്ച തുടങ്ങിയിട്ട് വഴക്കുണ്ടാക്കിയവന് ഇരിപ്പുണ്ടോ? പ്രൈസ് ഗോഡ്. കലഹം വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി കൈകാര്യം ചെയ്യേണ്ട വിഷയം കലഹം. പ്രൈസ് ഗോഡ്. കലഹത്തെ നിനക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ സ്വസ്ഥത ഓട്ടോമാറ്റിക്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് സ്വസ്ഥത. വീട്ടിൽ നിന്ന് പോകേണ്ടത് കലഹം. പ്രൈസ് ഗോഡ്. വീട്ടിന് വേണ്ടത് എന്തുവാ? ഉറക്കെ പറഞ്ഞത്. എന്ത് വേണം? പോകേണ്ടത് എന്തുവാ? കലഹം. പ്രൈസ് ഗോഡ്. കലഹം ചുമ്മാ പോകുന്ന സാധനം അല്ലത്. ഇത് പോകണമെങ്കിൽ കലഹത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കണം. 5 കാരണങ്ങളാണ് സാധാരണഗതിയിൽ കലഹത്തിനുള്ളത്. ഒരു വീട്ടിലെ കലഹത്തിന് 5 കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ കാരണം സമ്പത്ത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സാധാരണഗതിയിൽ ഈ
ഞാൻ പറയാറുണ്ട്, 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി ശമ്പളം കിട്ടിയിട്ടുള്ള ആ ഒരാഴ്ച പ്രൈസ് ഗോഡ് പിള്ളേർ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയാലും ഒരു പ്രശ്നവുമില്ല. അപ്പന് സന്തോഷം, അമ്മയ്ക്ക് സന്തോഷം, പിള്ളേർക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അപ്പൻ്റെ മൂക്കുകണ്ണായിട്ട് എടുത്തിട്ട് ഒടിച്ചു കളഞ്ഞാലും വേറെ മേടിക്കാമെന്ന് പറയും. പ്രൈസ് ഗോഡ്. എന്നാൽ 25-26-ാം തീയതി ആകുമ്പോൾ പിള്ളേർ മുമ്പിൽ കൂടെ നടന്നു പോയാൽ മതി. ഏടാ നിൽക്കടാ അവിടെ. പ്രൈസ് ഗോഡ്. ചിരിച്ചാൽ പറയും, എന്നാടാ ചിരിക്കുന്നത്? സാമ്പത്തികമായി തകർന്നിരിക്കുമ്പോൾ ഒരു കാര്യവും വേണ്ട, കലഹമുണ്ടാകും. പ്രൈസ് ഗോഡ്. കലഹം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം എന്തോ ചെയ്യണം? സാമ്പത്തികമായി തകർച്ചയിൽ നിന്ന് കരകയറണം. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ കലഹമുണ്ടാക്കുന്ന വിഷയം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ കലഹമെന്ന് ഞാൻ പറയുമ്പം അടി ഇടി വഴക്ക് വയ്യാവേലി ഇതൊന്നും വിചാരിക്കില്ല. അസ്വസ്ഥത കേട്ടോ. നമ്മളെ സ്വസ്ഥതയുടെ നേരെ ഓപ്പോസിറ്റാണ് കലഹം. കലഹം കൺഫ്യൂഷൻ അല്ലെങ്കിൽ പ്രോബ്ലം, ട്രബിൾ. പ്രൈസ് ഗോഡ്. അപ്പം ഞാൻ ഈ കലഹമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് കലഹം അടിയിടി തന്നെയായിരുന്നു. എന്നാൽ ഞാൻ തുടർന്ന് പറഞ്ഞു വരുമ്പം കലഹമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന വിഷയമാണ്. ഹല്ലേലൂയ. കലക്കമുണ്ടാക്കുന്ന വിഷയമാണ് കലഹം. പ്രൈസ് ഗോഡ്. അപ്പോൾ ചിലരുടെ വിഷയത്തിൽ സാമ്പത്തികമാണ്, മറ്റു ചിലരുടെ വിഷയത്തിൽ ആരോഗ്യമാണ്. വീട്ടിൽ ഒരാൾക്ക് നല്ലൊരു വൈറൽ ഫീവർ വന്നാൽ മതി, ആ വീടിൻ്റെ സ്വസ്ഥത പോകും. പ്രൈസ് ഗോഡ്. മനസ്സിലായി? ഒരു എക്സ്കർഷൻ ടീം വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ അതിനകത്ത് ഒരാൾക്കൊരു പനി വന്നാൽ മതി, ആ ടീമിൻ്റെ മൊത്തം സന്തോഷം പോകും, സ്വസ്ഥത പോകും. ഒരു വീട്ടിൽ ഒരു രോഗി ഉണ്ടായാൽ മതി, ആ വീട്ടിൻ്റെ സ്വസ്ഥത പോകും. അപ്പം അങ്ങനെയുള്ള വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? രോഗം മാറണം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് സ്വസ്ഥത പോയിട്ടുണ്ടെങ്കിൽ ഇല്ല, എൻ്റെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവർ സ്തോത്രം ചെയ്ത് ആരാധിക്കുക. ഹല്ലേലൂയ. ഈ കരമുയർത്തിയവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. എന്നാൽ ആർക്കെങ്കിലും കൈ പൊക്കാൻ കഴിയാത്തവരായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രശ്നം യേശുവിൻ്റെ മുമ്പിൽ പരിഹാരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരമുണ്ട്, ആരോഗ്യ പ്രശ്നത്തിനും പരിഹാരമുണ്ട്, സ്വസ്ഥത ഉണ്ട്. പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ വിഷയം പിള്ളേർ തലതിരിഞ്ഞു പോയാൽ സ്വസ്ഥത പോയി, പരീക്ഷയ്ക്ക് മാർക്ക് പോയാൽ സ്വസ്ഥത പോയി, തോറ്റുപോയാൽ സ്വസ്ഥത പോയി, അഡ്മിഷൻ കിട്ടാതെ പോയാൽ സ്വസ്ഥത പോയി, ഇന്നിന് സ്കൂളിൽ പോയിട്ട് വരാൻ അരമണിക്കൂർ താമസിച്ചാൽ സ്വസ്ഥത പോയി. പിള്ളേർ അടുത്ത വിഷയം. രാത്രി ഞാൻ പറയട്ടെ, നിന്റെ തലമുറയുടെ വിഷയത്തിൽ നിന്റെ നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥത തരാനും യേശു മതിയായവൻ. ഉറപ്പുണ്ടെങ്കിൽ മാത്രം സ്വസ്ഥം പറഞ്ഞാൽ മതി കേട്ടോ. നല്ല ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇന്ന് രാത്രി എൻ്റെ തലമുറയുടെ വിഷയത്തിൽ വിടുതൽ തരാൻ എൻ്റെ യേശു മതിയായവനെന്ന് ഉറപ്പുള്ളവർക്ക് ഒരു സ്വസ്ഥം പറയാം. ആമേൻ. നാലാമത്തെ വിഷയം കുടുംബ പ്രശ്നങ്ങൾ. കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ. ഹല്ലേലൂയ. അതിന് പ്രധാനമായും ഉള്ളത് പ്രൈസ് ഗോഡ്, തമ്മിൽ സ്നേഹമില്ല, തമ്മിൽ ബഹുമാനമില്ല, തമ്മിൽ ഒരു ദയവില്ല, തമ്മിൽ ഒരു കരുതലില്ല. പ്രൈസ് ഗോഡ്. ഒടുവിലായി മറ്റൊരു വിഷയം കൂടെ ഉണ്ട്, സംശയം. പ്രൈസ് ഗോഡ്. ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ വന്നാൽ വീട്ടിലെ സ്വസ്ഥത പോകും. എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, എത്ര ആരോഗ്യമുണ്ടെങ്കിലും, മക്കൾ എത്ര നന്നായി പഠിച്ചാലും പ്രൈസ് ഗോഡ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ സ്വസ്ഥത പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി അഞ്ചാമത്തെ കാരണം, ഒരു കാര്യവുമില്ലാതെ സ്വസ്ഥത പോകുന്ന പരിപാടി. ചില പറഞ്ഞേക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നേ, കാലത്തോട്ട് ഇവിടെ സ്വസ്ഥതയില്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിൻ്റെ മേൽ അവകാശം പറയുന്ന പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ, നിൻ്റെ കുടുംബത്തിൽ അവകാശം പറയുന്നത്, നിൻ്റെ തലമുറയിൽ അവകാശം പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ അവകാശം പറയുന്നത്, ജോലിയിൽ അവകാശം പറയുന്നത്, ബിസിനസ്സിൽ അവകാശം പറയുന്നത്, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വസ്ഥത കിട്ടത്തില്ല. ഹല്ലേലൂയ. നിനക്ക്
ബിസിനസ്സിൽ അങ്ങനെയുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് കച്ചവടം നടക്കും, ഇപ്പുറത്ത് നല്ല ബിസിനസ്സാണ്. നിൻ്റെ കടയിൽ ഈച്ചയായിട്ടിരിക്കേണ്ടി വരും, ഒന്നും വിൽക്കത്തില്ല. പ്രൈസ് ഗോഡ്. എന്നൊരാൾ പറഞ്ഞു, ഞാൻ ഒരു ടാക്സി മേടിച്ചിട്ടു. നടന്ന കാര്യം, ഒരു ടാക്സി മേടിച്ചിട്ടു. കാക്കനാട് താമസിക്കുന്ന ഒരാളൊരു ടാക്സി മേടിച്ചിട്ടു. ഒരു ഓട്ടം കിട്ടിയാൽ സൗത്ത് കളമശ്ശേരി വരെ പോകത്തില്ല, വണ്ടി കേടാവും. തൃശ്ശൂർക്കാണെങ്കിൽ സൗത്ത് കളമശ്ശേരി വരെ പോകത്തില്ല, ഇടയ്ക്ക് വണ്ടി കേടാവും. കോട്ടയം ഭാഗത്തേക്ക്, ആലപ്പുഴ ഭാഗത്തേക്കാണെങ്കിൽ ഈ മെഡിക്കൽ സെൻ്ററിന് അപ്പുറത്തോട്ട് പോകത്തില്ല, വണ്ടി കേടാവും. സാരമില്ല, അതിനേക്കാൾ കഷ്ടം വണ്ടി കേടായാൽ വണ്ടി വിളിച്ചവന് പോകണ്ടേ. പുള്ളി വേറെ ഏതെങ്കിലും ഒരു ടാക്സി വിളിച്ച് ആ വണ്ടിയിൽ ഇദ്ദേഹത്തെയും കയറ്റിക്കൊണ്ട് പുതുതായി വന്ന ടാക്സി അങ്ങ് കണ്ണിൽ നിന്ന് മറയുമ്പോൾ ഈ വണ്ടി സ്റ്റാർട്ടാവും. എന്തിനാ? വീട്ടിൽ കൊണ്ട് ഷെഡിലിടാൻ. പ്രൈസ് ഗോഡ്. കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നിൻ്റെ അഭിവൃദ്ധി, നിൻ്റെ ഐശ്വര്യം, നിൻ്റെ വളർച്ച തടയുന്ന ശക്തികൾ എവിടെ നിന്നൊക്കെയോ അവകാശം പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. അതിന്മേൽ നീ ഒരു മാറ്റം വരുത്താത്തോടത്തോളം കാലം ഇത് ഇന്ന് അവകാശം പറയും, ഇന്നലെ അവകാശം പറയും, നാളെയും പറയും. പ്രൈസ് ഗോഡ്. അപ്പം ഈ 5 വിധത്തിലുള്ള ശക്തികളാണ്, അല്ലെങ്കിൽ 5 വിധത്തിലുള്ള കാരണങ്ങളാണ് സ്വസ്ഥത കളയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ഏത് കാരണമായാലും സ്വസ്ഥത തരാൻ കഴിവുള്ള ഒരുവനുണ്ട്, യേശു ക്രിസ്തു. വിശ്വാസമുണ്ടെങ്കിൽ ഒരു സ്തോത്രം ഉറക്കെ പറയാമോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ചിലർ സ്വസ്ഥത പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവസ്ഥലിൽ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്ക് സ്വസ്ഥതയുണ്ട്. അത് നിൻ്റെ കുടുംബത്തിനാകട്ടെ, നിൻ്റെ കുടുംബത്തിനാകട്ടെ. ആ സ്വസ്ഥത ഇന്ന് രാത്രി നിൻ്റെ കുടുംബത്തിനാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വീട്ടിൽ ആ സ്വസ്ഥത വേണമെന്ന് താല്പര്യമുള്ളവർക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ജീവിതത്തിൽ സ്വസ്ഥത കെടുത്തുന്ന വിഷയങ്ങൾ ഞാൻ ഈ പറഞ്ഞത് വേദപുസ്തകത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ വേഗം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യം. മർക്കോസ് 5:34. അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 25 മുതൽ വായിച്ചേ. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നൊരു സ്ത്രീ. 7 അഡ്ജക്റ്റീവ്സ് ആണ്. പ്രൈസ് ഗോഡ്. 1, 12 വർഷമായി എന്തില്ല? രക്തസ്രവമുള്ളവളായി. എന്തില്ല? സ്വസ്ഥതയില്ല. 12 വർഷമായിട്ട് സ്വസ്ഥതയില്ല. കാരണം പുറത്ത് പറയാൻ സാധാരണ സ്ത്രീകൾ മടിക്കുന്ന ഒരു രോഗം ഇന്നും സ്ത്രീകൾ മടിക്കുന്നതാണ്. എന്നാൽ മോശയുടെ കാലത്ത് ഇതുപോലെ രോഗമുള്ള ഒരു പെണ്ണിനെ തൊട്ടാൽ കുളിക്കണമെന്നാണ് പറയുന്നത്. അവളെ ഒരാളെയും തൊടാൻ പാടില്ല, അവളെ ആരും തൊടാൻ പാടില്ല. വേറെ വീട്ടിൽ പോയി താമസിച്ചോണം, സ്വന്തം വീട്ടിൽ താമസിക്കാൻ പാടില്ല, സമൂഹത്തിൽ നിന്ന് മാറിക്കോണം. സ്വസ്ഥത കാണുമോ? 12 വർഷമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗം. പ്രൈസ് ഗോഡ്. ബ്ലീഡിങ്, രക്തസ്രാവം. പിന്നെ പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച്. പ്രൈസ് ഗോഡ്. ഈ രോഗത്തിന് പല വൈദ്യന്മാരെ കണ്ടു, ഒരു മാറ്റവുമില്ല. പ്രൈസ് ലോർഡ്. എന്തുകൊണ്ടാണെന്നറിയാമോ? 34-ാം വാക്യം ശ്രദ്ധിച്ചേ. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി
ബാധ ഒഴിഞ്ഞ് രോഗമായിരുന്നെങ്കിൽ ഡോക്ടർമാർക്ക് മരുന്ന് കൊണ്ട് മാറ്റാമായിരുന്നു. എന്നാൽ ഇത് രോഗമല്ല, ബാധയാണ്. ബാധയ്ക്ക് ഇഞ്ചക്ഷൻ പറ്റത്തില്ല, ബാധയ്ക്ക് ഗുളിക പറ്റത്തില്ല, ബാധയ്ക്ക് സിറപ്പ് പറ്റത്തില്ല, ബാധയ്ക്ക് ഓയിൻമെന്റ് പറ്റത്തില്ല, ബാധയ്ക്ക് ആന്റിബയോട്ടിക് പറ്റത്തില്ല, ബാധയ്ക്ക് ഹല്ലേലൂയ റേഡിയേഷൻ പോലും പറ്റത്തില്ല. എന്ന് രാത്രി ഹല്ലേലൂയ ബാധ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. നിന്റെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന വിഷയം എന്താണോ അത് ബാധയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഹല്ലേലൂയ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസ്രയനായ യേശു ക്രിസ്തു. രോഗത്തിന്മേൽ വൈദ്യന് അധികാരമുണ്ടായിരിക്കാം, രോഗത്തിന്മേൽ മരുന്നുകൾക്ക് അധികാരമുണ്ടായിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ബാധയിന്മേൽ ഇവർക്കാർക്കും അധികാരമില്ല, മനുഷ്യന് അധികാരമില്ല. എന്നാൽ ദൈവത്തിന് അധികാരമുണ്ട്, യേശുവിന് അധികാരമുണ്ട്. നിന്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ബാധയിൽ നിന്ന് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ പറ്റിയണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചില ബാധകൾ ഒഴിയട്ടെ ഇന്ന് രാത്രി. ചില ബാധകൾ യേശുവിന്റെ നാമത്തിൽ ഒഴിഞ്ഞു പോ. ചില കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന ബാധകൾ, ശരീരങ്ങളെ ബാധിച്ചിരിക്കുന്ന ബാധകൾ, വ്യക്തികളെ ബാധിച്ചിരിക്കുന്ന ബാധകൾ ശക്തിയോടെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി മരുന്നിന് സഹായിക്കാൻ കഴിയാത്തത്, ഡോക്ടർമാർക്ക് കഴിയാത്തത്, പോലീസിന് കഴിയാത്തത്, കോടതിക്ക് കഴിയാത്തത് നിന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതിന്റെ പേര് ബാധ. ജീസസ് ജീസസ് ജീസസ്. ഇന്ന് രാത്രി ചില ബാധകൾ ഒഴിയട്ടെ, ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. ഇന്ന് രാത്രി ചില ബാധകൾ ഒഴിയട്ടെ. ഒരു പക്ഷെ നിന്റെ മക്കളിലായിരിക്കാം, ഒരു പക്ഷെ നിന്റെ കൂട്ടാളിയിലായിരിക്കാം, ഒരു പക്ഷെ നിന്റെ മാതാപിതാക്കളിലായിരിക്കാം, ഒരു പക്ഷെ നിന്റെ അയൽവക്കത്തുകാരിൽ കൂടെ ആയിരിക്കാം, ഒരു പക്ഷെ നിന്റെ വീട്ടിനകത്ത് നിന്നായിരിക്കാം, ഒരു പക്ഷെ പുറത്തു നിന്നായിരിക്കാം. ഏത് ബാധയായാലും ഇന്ന് രാത്രി ഒഴിയണം ഒഴിയണം ഒഴിയണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ വിട്ടുപോ വിട്ടുപോ. ഓ ജീസസ്. ശക്തിയോടെ ആരാധിക്കാം. ഇന്ന് രാത്രി ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, 25 ഒന്നുകൂടെ വായിച്ചേ. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യനും സാധിക്കത്തില്ല, എന്നാൽ പരമവൈദ്യന് കഴിയും. ഇന്ന് രാത്രി നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു പരമവൈദ്യനുണ്ട്. മരുന്ന് പരാജയപ്പെട്ടിടത്ത്, ഡോക്ടർമാർ പരാജയപ്പെട്ടിടത്ത്, മെഡിക്കൽ കോളേജ് പരാജയപ്പെട്ടിടത്ത് രോഗത്തിന്റെ ആത്മാവിനെ ശാസിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ വീട്ടിൽ ചെന്ന് സൗകര്യം പോലെ സുവിശേഷങ്ങൾ വായിച്ചു നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു രോഗാത്മാവിനെ ശാസിച്ചു. പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, അവൻ രോഗാത്മാവിനെ ശാസിച്ചു. ഇന്ന് രാത്രി നിന്നെ ബാധിച്ചിരിക്കുന്ന രോഗാത്മാവിനെ ശാസിക്കാൻ, അവനെ ശാസിച്ച് പുറത്താക്കി ഹല്ലേലൂയ നിന്നെ സൗഖ്യമാക്കാൻ ശക്തിയുള്ള ഒരു നാമമുണ്ട്, യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി സൗഖ്യത്തിൻ്റെ ആത്മാവ് നിന്റെ വിഷയത്തിൽ വ്യാപരിക്കട്ടെ. ബാധയായി നിന്നുകൊണ്ട് ഇനി സ്വസ്ഥത കെടുത്താൻ
ഇന്ന് രാത്രി സ്വസ്ഥത കെടുത്തുന്ന വിഷയങ്ങളുടെ പുറത്തേക്ക് യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, ഒത്തിരി ശ്രമിച്ചിട്ടും വിട്ടുപോകാത്ത, ആമേൻ, നാളുകളായി സഹിച്ചുകൊണ്ടിരിക്കുന്ന രോഗാത്മാവിനെ ജയിക്കാൻ ഇന്ന് രാത്രി ആമേൻ ആഗ്രഹിക്കുന്ന ഒരു കരം ഉയർത്തിയാട്ടെ. പ്രൈസ് ഗോഡ്. ഏത് രോഗമാണെന്ന് എനിക്ക് അറിയത്തില്ല, ഏത് ഭാഗത്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവൾക്ക് ബ്ലീഡിങ് ആയിരുന്നു, രക്തസ്രവമായിരുന്നു. ഹല്ലേലൂയ, അതൊരു ബാധയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ, യേശുവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ പോകാത്ത ബാധയില്ല. ഇന്ന് രാത്രി യേശുവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ വിട്ടുപോകാത്ത ബാധയില്ല. ഏൽപ്പിച്ചു കൊടുക്ക്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബാധകൾ വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പം 12 വർഷമായി പല വൈദ്യന്മാരാൽ, പിന്നെ ഏറിയൊന്ന് സഹിച്ച് ഓരോ വൈദ്യനെ കാണുമ്പോഴും സന്തോഷം കുറഞ്ഞു വരിക അല്ലേ? സമാധാനം കുറഞ്ഞു വരികയാണ്, സ്വസ്ഥത കുറഞ്ഞു വരികയാണ്. എന്നാൽ ഇന്ന് രാത്രി ഇത് വർദ്ധിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? ഇന്ന് രാത്രി എൻ്റെ സന്തോഷം വർദ്ധിക്കുന്ന ദിവസമാണ്. ഇന്ന് രാത്രി എൻ്റെ സമാധാനം വർദ്ധിക്കുന്ന ദിവസമാണ്. ഇന്ന് രാത്രി എൻ്റെ സ്വസ്ഥത വർദ്ധിക്കുന്ന ദിവസമാണ്. നിന്റെ കുടുംബത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ബന്ധനങ്ങളുടെ മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് ആരാധിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് രണ്ടിലൊന്നറിഞ്ഞ് പോകാവൂ കേട്ടോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലുകൾ തടസ്സമായി നിൽക്കുന്ന ബന്ധങ്ങൾ അഴിഞ്ഞു മാറ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ സ്വസ്ഥത കളയുന്ന ദൈവത്തിന് സ്തോത്രം. സ്വസ്ഥതയില്ലായ്മയുടെയും സ്വസ്ഥതയുടെയും ലക്ഷണങ്ങളൊന്ന് പറഞ്ഞിട്ട് ആമേൻ നമുക്ക് മുന്നോട്ട് പോകാം. പ്രൈസ് ഗോഡ്. നോക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ സ്വസ്ഥത പോയാലുണ്ടല്ലോ, സങ്കീർത്തനം പ്രോവർബ്സ് 15:15 സ്വസ്ഥത ഉള്ളതും സ്വസ്ഥത ഇല്ലാത്തതിനുള്ള വ്യത്യാസം, സ്വസ്ഥത ഉള്ളവനും സ്വസ്ഥത ഇല്ലാത്തതിനുള്ള വ്യത്യാസം. പ്രോവർബ്സ് 15:15 അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം, സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം. സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം. നമ്മുടെ വീട്ടിൽ എന്നും ഉത്സവമാവണ്ടേ? അരിഷ്ടൻ എന്നും കഷ്ടകാലം. നമ്മൾ അരിഷ്ടനാണോ? നമ്മൾ അല്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ കഷ്ടകാലം മാറണം. അരിഷ്ടൻ എന്നുള്ള വാക്യം വായിച്ചേ. അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം. അരിഷ്ടൻ ജീവിച്ചിരിക്കുന്ന ദിവസങ്ങളൊക്കെ, തിങ്കളാഴ്ച ജീവിച്ച അന്ന് കഷ്ടം, ചൊവ്വാഴ്ച ജീവിച്ച അന്ന് കഷ്ടം, ബുധനാഴ്ച ജീവിച്ച അന്ന് കഷ്ടം, ജീവനാളൊക്കെയും കഷ്ടകാലം. ഇന്ന് രാത്രി തോന്നുന്നുണ്ടോ എനിക്ക് കഷ്ടകാലമാണെന്ന്? കാരണം വെറുതെയല്ല. തിങ്കളാഴ്ചയും കഷ്ടമായിരുന്നു, ചൊവ്വാഴ്ചയും കഷ്ടമായിരുന്നു, ഞായറാഴ്ചയും കഷ്ടമായിരുന്നു. ഹല്ലേലൂയ. ഈ നാളെയും കഷ്ടം തന്നെ ആയിരിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. മറ്റന്നാളും കഷ്ടമായിരിക്കും, ഈ ആഴ്ച മുഴുവൻ കഷ്ടമായിരിക്കും, നവംബർ മുഴുവൻ കഷ്ടമായിരിക്കും, ഡിസംബറിലും കഷ്ടമായിരിക്കും, 2013 രാത്രി. ഹല്ലേലൂയ. രണ്ടാമത് വായിച്ചേ. സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം. സന്തുഷ്ട ഹൃദയന് നിത്യം ഉത്സവം. 2013 ജീവിച്ചിരിക്കാൻ വഴിയുണ്ടെങ്കിൽ അന്ന് നിത്യം ഉത്സവം ആചരിക്കുന്ന ഒരു അനുഭവത്തിൽ എൻ്റെ ദൈവനെ നടത്താൻ അവൻ ഇടയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉത്സവത്തിന്റെ അനുഭവങ്ങൾ കുടുംബങ്ങളിൽ വരട്ടെ, വ്യക്തികളിലേക്ക് വരട്ടെ, ജീവിതങ്ങളിലേക്ക് വരട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പം ഇത് ഉണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 15:16 വായിച്ച്. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം ആചരിക്കുന്നു. പ്രൈസ് ഗോഡ്. അതിന്റെ താഴോട്ട് 15:16 ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ, ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. യഹോവ ഭക്തി
ഭക്തിയോടുകൂടി അല്പധനമുള്ളത് നന്ന്. ഞാൻ പറയട്ടെ, നീ ശോഷിച്ച് അല്പം മാത്രമായി ശേഷിച്ചാലും നിന്റെ ഭക്തി ബാക്കിയുണ്ടെങ്കിൽ, ഭക്തി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആ അല്പത്തിൽ നിന്ന് വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുകയാണ്. ഭക്തി മുറുകെ പിടിച്ചോ, ഭക്തി മുറുകെ പിടിച്ചോ. യോബിന്റെ ഭാര്യ അവൻ ഹല്ലേലൂയ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയാൻ പറഞ്ഞു. യോബിന്റെ ഭാര്യ ചോദിച്ചു, ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? യോബേ, നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക. ഞാനൊരു കാര്യം പറയാം, ഭക്തി മാർഗത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ മരണമല്ലാതെ വേറെ ഒരു വഴിയുമില്ല. യോബേ, നീ ഭക്തിയിൽ നിന്ന് പുറകോട്ട് പോയാൽ നിനക്ക് മരണമല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. എന്നാൽ ഇന്ന് രാത്രി നിന്റെ അല്പമുള്ള ഭക്തി ഇനിയും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കെ നിന്റെ സ്ഥിതിക്ക് ഭേദം വരും. നിന്റെ സ്ഥിതിക്ക് ഭേദം വരും. ഇന്ന് രാത്രി പ്രാർത്ഥന കുറയ്ക്കല്ലേ, ആരാധന കുറയ്ക്കല്ലേ, വചനധ്യാനം കുറയ്ക്കല്ലേ. സ്ഥിതിക്ക് ഭേദം വരും. ആമേൻ. ഈ ഗുണം പിടിക്കാനുള്ളവന്റെ ലക്ഷണം എന്നാണെന്നറിയാമോ? ഗുണം പിടിക്കാനുള്ളവന്റെ പ്രവർത്തനം അങ്ങ് കുറച്ചേച്ചും പ്രാർത്ഥന അങ്ങ് കൂട്ടും. ഗുണം പിടിക്കാത്തവൻ പ്രാർത്ഥന കുറച്ചിട്ട് പ്രവർത്തനം കൂട്ടും. പ്രവർത്തനം പൊളിയും, പ്രാർത്ഥന ഇല്ലെങ്കിൽ പൊളിയും, ആരാധന ഇല്ലെങ്കിൽ പൊളിയും, ഭക്തി ഇല്ലെങ്കിൽ പൊളിയും. നീ എത്ര കഷ്ടപ്പെട്ടാലും നിന്നെ കൊണ്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നിന്റെ പ്രയത്ന ഫലങ്ങൾ നിഷ്ഫലമാകും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, ഭക്തി മുറുകെ പിടിക്ക്, ആരാധന ഉയരട്ടെ. നിന്റെ കൈകളുടെ പ്രവർത്തികളെ സാധ്യമാക്കുന്ന ദൈവമുണ്ട്. ആമേൻ. മനസ്സിലായോ? ചിലര് പ്രവർത്തനം അങ്ങ് കൂട്ടും. പ്രവർത്തനം കൂട്ടിയാൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പ്രവർത്തനം കൊണ്ട് ഒന്നും നടക്കുകയില്ല. നിന്റെ കൈകളുടെ പ്രവർത്തികൾ നിഷ്ഫലമാകും. പകരം എന്ത് ചെയ്യണം? പ്രവർത്തനം ഇച്ചിരി കുറയ്ക്ക, പ്രാർത്ഥനയ്ക്ക് അങ്ങ് കൂട്ട. പ്രവർത്തിക്കുന്ന മണിക്കൂറുകളിൽ നിന്ന് ചിലതെടുത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവാക്കുക. നീ ഓടി നടക്കുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ പ്രവൃത്തിയുടെ സമയം കുറച്ചിട്ട് പ്രാർത്ഥനയുടെ അങ്ങോട്ട് കൂട്ട്. ദൈവവചനം വായിക്കുന്നത് അങ്ങോട്ട് കൂട്ട്, ആരാധിക്കുന്നത് അങ്ങോട്ട് കൂട്ട്. ഞാൻ പറയാം, നിന്റെ അവസ്ഥയ്ക്ക് നൊടിയിടയിൽ മാറ്റം തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പ്രസാദം ഇറങ്ങി വരും. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവസരം കണ്ടെത്താതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ നിന്ന് പുറകോട്ട് മാറിയിട്ട് മനുഷ്യന് ഉയർച്ച ഇല്ല. ഞാൻ തീർത്തു പറയുക, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നിന്ന് പുറകോട്ട് പോയിട്ട് നിനക്ക് ഉയർച്ചയില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. എന്ത് ചെയ്യണം? 15-16 വായിച്ച്. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. 17. ദ്വേഷമുള്ളിടത്തെ തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാകഭോജനം നല്ലത്. മനസ്സിലാക്കണം കേട്ടോ. വീട്ടിനകത്ത് ദ്വേഷത്തെക്കാൾ തടിപ്പിച്ച കാളയേക്കാൾ എന്ത് വേണം? സ്നേഹമുള്ളിടത്ത് ശാകഭോജനം നല്ലത്. ശാകഭോജനം വെജിറ്റേറിയൻ മതിയെന്ന്. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ക്രോധമുള്ളവൻ കലഹമുണ്ടാകുന്നു, സ്വസ്ഥത കളയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. ദീർഘക്ഷമയുള്ളവൻ കലഹം ശമിപ്പിക്കുന്നു. കലഹം പോയാൽ സ്വസ്ഥത വരും. രാത്രി നമുക്ക് വേണ്ടത് സ്വസ്ഥതയാണെങ്കിൽ വചനമകത്തോട്ട് കയറട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെ വചനമകത്ത് കയറി കഴിയുമ്പോൾ നിന്റെ രക്ഷയ്ക്കുള്ളത്, നിന്റെ വിടുതലിനുള്ളത് എന്താണെന്ന് ഗ്രഹിച്ചു കിട്ടും. അത് നമുക്ക് ഗ്രഹിച്ചു കിട്ടും. പ്രാർത്ഥിക്കണം, ശക്തിയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ ആമേൻ ദൈവസന്നിധിയിൽ സ്വസ്ഥത പ്രാപിച്ചാൽ ഹല്ലേലൂയ. സങ്കീർത്തനം 23:2. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. എന്തോ ചെയ്യും? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. യഹോവ എൻ്റെ ഇടയനാണെന്ന് പറഞ്ഞ ഒരാട് പറയുകയാണ്, എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഈ ആട് കിടക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഒന്ന് ചാകാൻ നിർത്താം, 2 വയറ് നിറയുമ്പോഴാണ്.
ഈ 2 കണ്ടീഷനിലേ ആട് കിടക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. നീ ചാകാൻ വേണ്ടി കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, തിന്ന് തൃപ്തിയായി കിടക്കാൻ. പച്ചയായ പുൽപ്പുറങ്ങളിൽ തിന്ന് തൃപ്തിയായി ആമേൻ കിടക്കുന്ന ഒരു യഹോവയോട് നടത്തപ്പെടുന്ന ഒരു ആട്ടിൻകുട്ടിയായി മാറുവാൻ താല്പര്യമുണ്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യുക. ദൈവം നടത്തണം, ദൈവം പോഷിപ്പിക്കണം, ദൈവം പാലിക്കണം. യേശു നിന്നെ നടത്തണം, യേശു നിന്നെ പോഷിപ്പിക്കണം, യേശു നിന്നെ പാലിക്കണം. അങ്ങനെയാണെങ്കിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ നീ കിടക്കും. ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു, നിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ എൻ്റെ യേശു കിടത്തും. നിന്നെ കിടത്തും. നിന്റെ നിരാശ മാറും, നിന്റെ പ്രയാസങ്ങൾ മാറും, നിന്റെ പ്രതികൂലങ്ങൾ മാറും. അതുകൊണ്ട് എന്ത് ചെയ്യണം? യേശുവിനെ മുറുകെ പിടിച്ചോണം. യേശുവിനെ വിട്ടിട്ട് ഒരു കളിയും പാടില്ല. വിടുതൽ മുഴുവൻ അവിടെ നിന്നാണ് വരാൻ പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയാം, എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട പോലെ എടുത്ത് മുന്നോട്ട് പോയാൽ ഇന്ന് തൊട്ട് ആരംഭിക്കും വിടുതൽ. ഹല്ലേലൂയ. പക്ഷെ ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നാശമാ. അത് ഞാൻ പറയാം. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്നവർക്ക് വിടുതലുണ്ട്. അനേകം സാക്ഷികളിരിപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദൈവവചനം ഏറ്റെടുത്ത് വിടുതൽ പ്രാപിച്ച അനുഭവമുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്തുകൊണ്ട് ദൈവവചനം വീണ്ടും ഏറ്റെടുത്തുകൂടാ? നിന്റെ വീട്ടിൽ അത് നടപ്പാക്കിക്കൂടാ? നിന്റെ കുടുംബജീവിതത്തിൽ നടപ്പാക്കിക്കൂടാ? നിന്റെ ബിസിനസ്സിൽ നടപ്പാക്കിക്കൂടാ? നിന്റെ ജോലിയിൽ നടപ്പാക്കിക്കൂടാ? നിന്റെ സകല ഇടപാടുകളിലും ദൈവവചനത്തിന്റെ ശക്തി നിറഞ്ഞു നിൽക്കട്ടെ. വിടുതലാണ്. ആയിരങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ദൈവവചനത്തോട് മറുതലിക്കാതെ അത് ഏറ്റെടുത്താൽ വിടുതലാണ്. പ്രൈസ് ഗോഡ്. ഇനി സ്വസ്ഥത വന്നാലത്തെ ഒരു 9 ലക്ഷണങ്ങൾ വായിക്കാം. സ്വസ്ഥത ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ടോ, നിങ്ങൾ സ്വസ്ഥമാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സ്വസ്ഥതയുള്ളവൻ്റെ 9 ലക്ഷണങ്ങൾ. 1, ആവർത്തന പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. ആവർത്തനം 12:10. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ നിങ്ങൾ യഹോവയ്ക്ക് നേരുന്ന വിശേഷമായി എല്ലാം കൊടുക്കണമെന്ന് മതി. കൊടുക്കുന്ന കാര്യത്തെ മാറ്റി നിർത്തും. ഞാൻ മറ്റേ ഗുണങ്ങൾ പറഞ്ഞിട്ട് കയറാം. പ്രൈസ് ഗോഡ്. നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത വരുമ്പോൾ ഒന്നാമത് നടക്കുന്നത് എന്ന് വായിച്ചെന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് ഒന്നാമത് സംഭവിക്കുന്നത് ആമേൻ കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകും. ആ സമയത്താണ് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ മോവാബ് ദേശത്ത് പാളയമിറങ്ങുന്നത്. ഈ മോവാബ് ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് കടക്കണമെങ്കിൽ ഈ യോർദാൻ നദി കടക്കണം. അപ്പോൾ യോർദാൻ നദി കൊയ്ത്തുകാലമായതുകൊണ്ട് എല്ലാ വർഷവും കരകവിഞ്ഞൊഴുകുന്നൊരു സ്വഭാവം അതിനുണ്ട്. അത് കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പം ദൈവത്തിന് സ്വസ്ഥത കിട്ടാൻ ഭാഗ്യമുള്ളവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ യോർദാൻ നദി പ്രൈസ് ഗോഡ് കരകവിഞ്ഞൊഴുകുന്നു. എല്ലാ കൊയ്ത്തുകാലത്തും നടക്കുന്ന കാര്യമാണ്. നിന്റെ മുമ്പിൽ യോർദാൻ നദി കരകവിഞ്ഞൊഴുകിയത് കൊണ്ട് നീ പേടിച്ച് പുറകോട്ട് പോകാൻ പാടില്ല. കാരണം ചെങ്കടൽ പണ്ട് നിന്നെ തടുത്ത് നിർത്തിയപ്പോൾ 40 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലെ ചെങ്കടൽ നിന്നെ തടുത്ത് നിർത്തിയപ്പോൾ നീ പുറകോട്ടല്ല പോയത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ മുമ്പോട്ടാണ് പോയത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചെങ്കടലിൻ്റെ സ്വഭാവം കാണിക്കും, നീ നിന്റെ സ്വഭാവം കാണിക്കണം. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ കൊയ്ത്തുകാലത്ത് അതിൻ്റെ സ്വഭാവം കാണിക്കും. ദൈവപൈതലേ, നീ നിന്റെ സ്വഭാവം കാണിക്കണം. നിന്റെ സ്വഭാവം എന്നാണെന്നറിയാമോ? ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോകും. ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ അനുഗ്രഹങ്ങൾ പിടിക്കാൻ ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ സമ്പത്ത് പിടിക്കാൻ ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ ആരോഗ്യം പിടിക്കാൻ ഞാൻ മുന്നോട്ട് പോകും. ഞാൻ ഈ യോർദാൻ നദി കരകവിഞ്ഞൊഴുകിയത് കണ്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. നദി അതിൻ്റെ സ്വഭാവം കാണിക്കും, ഞാൻ എൻ്റെ സ്വഭാവം കാണിക്കും. നദി യോർദാൻ തോൽക്കും, ഞാൻ ജയിക്കും. ഇന്ന് രാത്രി ജയത്തിന്റെ വിശ്വാസം വ്യാപരിക്കുന്നവർക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിക്കാം. അപ്പം സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള, സ്വസ്ഥത കിട്ടാനുള്ള
ഫസ്റ്റ് സ്റ്റെപ്പ് നിന്റെ പ്രതിബന്ധങ്ങളുടെ മുമ്പിൽ അറച്ചു നിൽക്കാതെ, പേടിച്ചു നിൽക്കാതെ, മാറി നിൽക്കാതെ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകണം. ഇന്ന് രാത്രി വിശ്വാസത്താൽ മുന്നോട്ട് പോകാൻ ദൈവകൃപ ലഭിച്ചവർ കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിക്കാം. അതാണ് ഒന്നാമത്തെ ലക്ഷണം. പ്രൈസ് ഗോഡ്. രണ്ടാമത് നമ്മൾ വായിച്ചത്, വേഗം വായിച്ചു. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത്. രണ്ടാമത് സ്വസ്ഥത ലഭിക്കുന്നത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ വസിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കയ്യിൽ കിട്ടണം. ഇന്ന് രാത്രി നിനക്ക് ലഭിക്കാനുള്ള നന്മ തടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് ലഭിക്കാനുള്ള വാഗ്ദത്തങ്ങൾ തടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് കിട്ടാനുള്ള ഉയർച്ചകൾ പിശാച് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വസ്ഥത കിട്ടുന്നതിൻ്റെ ലക്ഷണം അത് തിരികെ കിട്ടുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, ബാധ ഒഴിയുമ്പോൾ സ്വസ്ഥത വരും. ഇന്ന് രാത്രി യേശു പറഞ്ഞു, ബാധ ഒഴിഞ്ഞു മകളെ നീ പോ, നിനക്ക് സ്വസ്ഥത വരും. അതിൻ്റെ കാരണം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി രക്ഷിക്കുന്ന ഒരു വിശ്വാസം അകത്ത് വ്യാപരിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ വിശ്വാസം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസം, തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള നിന്റെ വിശ്വാസം, ആ വിശ്വാസം നിന്നെ രക്ഷിക്കും. അല്ലേ? 34 വാക്യം ഒന്നുകൂടെ കേട്ടെ. മർക്കോസ് 5:34. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം. ഇവളെ രക്ഷിക്കുന്ന വിശ്വാസം വ്യാപരിച്ചത് എങ്ങനെയെന്ന് അറിയാൻ 25 തൊട്ട് നമ്മൾ വായിച്ച് നിർത്തിയത്, ഏറിയൊന്ന് സഹിച്ച് പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് എല്ലാം തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടെ പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. തിക്കി തിരക്കി വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ഇതാ മുന്നോട്ട് പോകാനുള്ള വിശ്വാസത്തിന്റെ ലക്ഷണം. അവളോടാണ് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യോർദാൻ കരകവിഞ്ഞ് ഒഴുകുന്നത് കണ്ട് വെള്ളം പറ്റിയിട്ട് നമുക്ക് അക്കരെ പോകാം അച്ചായ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പരിപാടിയല്ല. യോർദാൻ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കാലെടുത്ത് വയ്ക്കുന്ന പരിപാടിയാണ്. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്താൽ കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിപാടി ദൈവവചനത്തിലുണ്ട്. അത് മനസ്സിലാക്കിയിട്ടുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിക്കാം. തടസ്സങ്ങൾ മാറട്ടെ. ഇന്ന് രാത്രി നീ സ്റ്റെപ്പ് എടുത്തു വച്ചാൽ നിന്റെ മുമ്പിലുള്ള തടസ്സം മാറും. യോർദാന്റെ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കും. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. എന്നാൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ പ്രമാണമുള്ളവൻ, പെട്ടകം ചുമക്കുന്നവൻ, ദൈവത്തിന്റെ പ്രമാണം കയ്യിലുള്ള പുരോഹിതന്റെ കാല് വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ, മുട്ടിയപ്പോൾ നീ അരവണ്ണത്തിൽ നീന്തണ്ടി വരത്തില്ല, മുട്ടിൽ കിടന്ന് നീന്തണ്ടി വരത്തില്ല, അവൻ തല്ലിപ്പതച്ച് നീന്തണ്ടി വരത്തില്ല. വിശ്വാസത്തിൽ നിന്റെ കാലെടുത്ത് അങ്ങോട്ട് വെച്ച് കഴിയുന്ന നിമിഷത്തിൽ നീ ദൈവകൃപയിൽ ആശ്രയിച്ചാണെങ്കിൽ, പ്രമാണത്തിൽ ആശ്രയിച്ചാണെങ്കിൽ, വചനത്തിൽ ആശ്രയിച്ചാണെങ്കിൽ, വിശുദ്ധിയിൽ ആശ്രയിച്ചാണെങ്കിൽ, വേർപാടിൽ ആശ്രയിച്ചാണെങ്കിൽ, പ്രാർത്ഥനയിൽ ആശ്രയിച്ചാണെങ്കിൽ, ഉപവാസത്തിൽ ആശ്രയിച്ചാണെങ്കിൽ, ഭക്തിയിൽ ആശ്രയിച്ചാണെങ്കിൽ, നിന്റെ കാല് അങ്ങോട്ട് എടുത്ത് വെച്ച് വെള്ളത്തിന്റെ വക്കത്ത് മുട്ടിയപ്പോൾ, വായിച്ചാട്ട്, മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. വെള്ളത്തിന്റെ ആ വക്കത്ത് കാലെടുത്തങ്ങ് വച്ചപ്പം, പ്രൈസ് ദി ലോർഡ്, ഗലീല തടാകത്തിൽ നിന്നും കുലംകുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാൻ നദിയിലെ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ഇന്ന് രാത്രി ചിലത് നിൽക്കണ്ടേ? ഇന്ന് രാത്രി ചില ഒഴുക്ക് നിൽക്കണ്ടേ? ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ചില ഒഴുക്ക് നിൽക്കണ്ടേ? നിന്റെ കുടുംബത്തിലെ ചില ഒഴുക്ക് നിൽക്കണ്ടേ? നിന്റെ ബിസിനസ്സിലെ ചില ഒഴുക്ക് നിൽക്കണ്ടേ? നിന്റെ അവകാശത്തെ തടത്തു വയ്ക്കുന്ന, തടസ്സമിട്ടുകൊണ്ടിരിക്കുന്ന ചില യോർദാൻ നദികളുടെ ഒഴുക്ക് ഇന്ന് രാത്രി നിൽക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചേ. 16. കൊയ്ത്തുകാലത്തൊക്കെ അത് കഴിഞ്ഞിട്ട് സാരധാന സമീപത്തുള്ള കഴിഞ്ഞിട്ട് അതിന് മേളിലെന്നേ പെട്ടകം ചുമന്ന
പുരോഹിതന്മാരുടെ കാൽ, പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ, വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ നീ നടുക്കോട്ട് ഇറങ്ങേണ്ടി വരത്തില്ല, അതിനു വഴി അങ്ങ് തെളിയുകയാ. നീ മുമ്പോട്ട് ചാടേണ്ടി വരത്തില്ല, അതിനുമുമ്പ് വെള്ളമങ്ങ് മാറുകയാണ്, മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കുകയാണ്. ഇന്ന് രാത്രി ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, നീ കാലെടുത്ത് വയ്ക്കുന്ന നിമിഷം മുതൽ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കും. ഇത് ദൈവവചനമാണ്, ഇത് വചനത്തിലെ സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിർത്താൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അവനാണ് പുഴ സൃഷ്ടിച്ചവൻ, അവനാണ് കടലിനെ സൃഷ്ടിച്ചവൻ, അവനാണ് ശരീരത്തെ സൃഷ്ടിച്ചവൻ, അവനാണ് പണം ഉണ്ടാക്കുന്നവൻ, അവനാണ് ദമ്പത്തിനെ സൃഷ്ടിച്ചവൻ, അവനാണ് സകലത്തെയും ഭരിക്കുന്നവൻ, അവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നവൻ. ഇന്ന് രാത്രി യേശുവിന്റെ നിയന്ത്രണം നിന്റെ വീട്ടിൽ വരട്ടെ, ജീവിതത്തിൽ വരട്ടെ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശുവിന്റെ നിയന്ത്രണം വരണമെങ്കിൽ ഒരു സമർപ്പണം വേണം. ഇന്ന് രാത്രി ഒരു സമർപ്പണത്തിന് തയ്യാറുണ്ടോ? യേശുവിന്റെ നിയന്ത്രണം വേണമെങ്കിൽ ഒരു സമർപ്പണം വേണം. എന്തിനൊക്കെ സമർപ്പിക്കണം? നിന്നെയും നിനക്കുള്ളതിനെയും. ഈ കേട് പിടിച്ച പേട്ട് സാധനങ്ങളൊക്കെ നിന്റെ കയ്യിലുള്ളത്, പക്ഷെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ആരോഗ്യമില്ലാത്ത ശരീരമാണ്, സമർപ്പിക്കുക. അവൻ നഷ്ടത്തിൽ പോകുന്ന പ്രശ്നമാണ്, സമർപ്പിക്കുക. ഹല്ലേലൂയ. ഒരു വിധത്തിലും ഗുണം കാണാത്ത വിഷയമാണ്, സമർപ്പിക്കുക. ആമേൻ. നിന്നെ തന്നെ ആദ്യം സമർപ്പിക്കുക. നിന്റെ കണ്ണുകളെ സമർപ്പിക്കുക, കാലുകളെ സമർപ്പിക്കുക, കരങ്ങളെ സമർപ്പിക്കുക, നാവിനെ സമർപ്പിക്കുക, ചെവിയെ സമർപ്പിക്കുക, ബുദ്ധിയെ സമർപ്പിക്കുക. ഓരോന്നോരോന്നായിട്ട് തിരിച്ചെടുക്കാൻ കഴിയാതെ വണ്ണം ഇന്ന് രാത്രി യേശുവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കാൻ താല്പര്യമുള്ള ഒരു കരമുയർത്തി സ്തോത്രം ചെയ്യുക. ആ വൃത്തികെട്ട കണ്ണ് സമർപ്പിക്ക, വൃത്തികെട്ട നാക്ക് സമർപ്പിക്ക, വൃത്തികെട്ട ചെവി സമർപ്പിക്ക. ഹല്ലേലൂയ. വൃത്തികെട്ട കൈ സമർപ്പിക്ക, വൃത്തിയില്ലാത്ത സ്ഥലത്തേക്ക് ഓടിയ കാലുകൾ സമർപ്പിക്ക. ഇന്ന് രാത്രി യഥാർത്ഥമായ ഒരു സമർപ്പണം സാധിക്കുന്നെങ്കിൽ നിന്റെ നിയന്ത്രണം യേശു ഏറ്റെടുക്കും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സമർപ്പണം ശരിയായാൽ നിയന്ത്രണം യേശു ഏറ്റെടുക്കും. യേശു ഏറ്റെടുത്താലുണ്ടല്ലോ, ഹല്ലേലൂയ, നീ കാലെടുത്ത് അങ്ങോട്ട് വയ്ക്കുന്ന നിമിഷം കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ അവൻ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിൽക്കും. ഇന്ന് രാത്രി നിൽക്കും, ഇവിടെ വച്ച് നിൽക്കും, ഇപ്പോൾ നിൽക്കും. സമർപ്പിച്ച് രക്ഷ പ്രാപിക്കും. വഴികൾ തുറക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ബന്ധനങ്ങളെയും കെട്ടുകളെയും അഴിക്കുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. അവകാശങ്ങൾ പിടിച്ചു വെക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പോരാട്ടങ്ങൾ മാറട്ടെ. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, എൻ്റെ കർത്താവ് പ്രവർത്തിച്ചാൽ എൻ്റെ വിഷയങ്ങൾക്ക് വിടുതൽ വരുമെന്ന് വിശ്വസിക്കുന്ന കരമുയർത്തിയാട്ടെ. ആ കരങ്ങളും നിങ്ങളുടെ ജീവിതവും കർത്താവിലേക്ക് ഒന്ന് സമർപ്പിക്കാമോ? ഒരു പൂർണ്ണ സമർപ്പണം. നിന്റെ എല്ലാ അവയവങ്ങളും യേശുവിൻ്റെക്ക് സമർപ്പിക്കുക. ഇന്ന് രാത്രി നിന്റെ കൃപ ചോർത്തിക്കളഞ്ഞ, നിന്റെ കുടുംബത്തിലെ കലഹം കൊണ്ടുവന്ന, നിന്റെ കുടുംബത്തിലെ സ്വസ്ഥത കെടുത്തിയ എല്ലാ വിഷയങ്ങളും യേശുവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുക. എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ജയമേറ്റെടുക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ I command in the name of Jesus, I break the powers of darkness tonight. യേശുവിന്റെ നാമത്തിൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികളെ, പിശാചിന്റെ പ്രവൃത്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പൊട്ടിച്ചു മാറ്റുകയാണ്. അല്പസമയം കരം പിടിച്ച് ആരാധിച്ചാട്ടെ. ചിലത് പൊട്ടട്ടെ, ചിലത് പൊട്ടട്ടെ, ചിലത് പൊട്ടട്ടെ. ഇന്ന് രാത്രി പൊട്ടി മാറട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്? സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്? കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്? സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്? യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും
ആരുമില്ല നിന്നത്തെ സ്നേഹിച്ചിടാൻ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ്. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ്. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങെപ്പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനേ. അങ്ങെപ്പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനേ. അങ്ങെപ്പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനേ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ്. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ്. കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനാണ്. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ്. കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനാണ്. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ്. Praise God. Hallelujah. അപ്പൊ കാലങ്ങോട്ട് വെച്ച നിമിഷത്തിൽ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നാൽ പിന്നെ ഉള്ള വെള്ളം ഒഴുകി പോകുകയല്ലാതെ വേറെ ഒരു നിർവാഹവുമില്ല. വായിച്ചാട്ടെ 3 ജോഷുവ 3:16. ബാക്കി വായിച്ചാട്ടെ. സാരധാന സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ അത് പൊങ്ങി. വല്ലോടത്തും പോയി പൊങ്ങിക്കോട്ടെ, നിന്റെ സ്ഥലത്ത് നിന്ന് മാറിയാ പോരെ. ഇന്ന് രാത്രി നിന്റെ കടയിൽ പൊങ്ങിയത്, നിന്റെ വീട്ടിൽ പൊങ്ങിയത്, നിന്റെ ബിസിനസ്സിൽ പൊങ്ങിയത്, നിന്റെ ജോലിയിൽ പൊങ്ങിയത്, ഹല്ലേലൂയ, ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി വേറെ സ്ഥലത്ത് പോയി പൊങ്ങുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിക്കുന്നു. ഇന്ന് രാത്രി ദൂത് ഏറ്റെടുക്കുന്ന ജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കടയിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ പൊങ്ങിക്കൊണ്ട് നിന്നത് വേറെ സ്ഥലത്ത് പോയി പൊങ്ങത്തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കട്ടെ. ശക്തിയോടെ 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 വിടുതലേറ്റെടുക്കുക. നിന്റെ വീട്ടിൽ പൊങ്ങിയത് ഇനി അവിടെ പൊങ്ങരുത്. നിന്റെ ബിസിനസ്സിൽ പൊങ്ങിയരുത്, ഇനി പൊങ്ങരുത്. വായിച്ചു വായിച്ചു വായിച്ചു. അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി, താഴോട്ട് വഴിയോ അങ്ങോട്ട് പോയി. എന്നിട്ട് ജനം യെരിഹോവിന് നേരെ മറുകര കടന്നു. ജനം യെരിഹോവിന് നേരെ മറുകര കടന്നു. ഇന്ന് രാത്രി കടക്കുമെന്ന് വിശ്വാസമുണ്ടോ? ഇന്ന് രാത്രി കടക്കുമെന്ന് വിശ്വാസമുണ്ടോ? ഉണങ്ങിയ നിലത്തുകൂടെ വെള്ളം കരകവിഞ്ഞൊഴുകിയ സ്ഥാനത്ത്, നിന്നെ നശിപ്പിക്കാൻ ഒഴുകിയ സ്ഥാനത്ത്, തകർക്കുവാൻ ഒഴുകിയ സ്ഥാനത്ത്, ആമേൻ, ഇത് ഇനി കരകവിഞ്ഞൊഴുകുന്നത് അല്ല വിഷയം. ഇതിന്റെ ഒഴുക്ക് നിൽക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന യോർദാൻ നദികളുടെ ഒഴുക്ക് നിൽക്കണം. ആമേൻ. വായിച്ചാട്ടെ ഇനി. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കരകവിഞ്ഞൊഴി. അപ്പം ഇനി ആവർത്തനം 12:10 മടങ്ങി വരാം. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന്, ഈ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കി. അപ്പൊ അവകാശത്തിൽ വസിക്കുക മാത്രമല്ല, അടുത്ത പരിപാടി ചുറ്റുമുള്ള സകല ശത്രുക്കളെയും നീക്കും. ഇന്ന് രാത്രി നിന്റെ ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവന് മാത്രമേ സാധിക്കൂ. നിന്റെ കുടുംബത്തിന്റെ ശത്രു, നിന്റെ സമാധാനത്തിന്റെ ശത്രു, നിന്റെ സന്തോഷത്തിന്റെ ശത്രു, നിന്റെ ആരോഗ്യത്തിന്റെ ശത്രു, നിന്റെ സമ്പത്തിന്റെ ശത്രു, ഏത് വിഷയത്തിലായാലും നിന്റെ ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ദൈവമുണ്ട് നസറേയനായ യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം അതാണ് സ്വസ്ഥതയുടെ ഒരു ലക്ഷണം. ഇനി 8:28 ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 8:28. ആ സ്വസ്ഥത വന്നാലത്തെ ഗുണം എന്നറിയാമോ? വായിച്ച്. എന്നാൽ മിദ്യാൻ തല പൊക്കാതെ വണ്ണം
ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. നിനക്ക് സ്വസ്ഥത വന്നാൽ നടക്കേണ്ട കാര്യം അതാണ്. ഇനി തലപൊക്കരുത്. ഇനി കഴിഞ്ഞ നാളുകളിൽ പൊങ്ങി വന്ന വിഷയം തലപൊക്കരുത്. ശത്രു തലപൊക്കരുത്. എന്നാൽ മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഇന്ന് രാത്രി നിനക്ക് കീഴടങ്ങത്തക്കവണ്ണം ശത്രുവിനെ തലയെ ഇടിച്ചു താത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവകൃപയാണ് നിനക്ക് ആവശ്യം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രു തല പൊക്കാതെ വണ്ണം കീഴടക്കുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്ത ലക്ഷണം എന്നറിയോ? 18:7 ജഡ്ജസ് 18:7 ന്യായാധിപന്മാർ പുസ്തകം, പ്രൈസ് ഗോഡ്, 18:7 അല്ല 8:28 വായിച്ച് തീർത്തിട്ട്, ഗിദെയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ശത്രു തല പൊക്കാതെ വണ്ണം കീഴടങ്ങിയ സ്വസ്ഥതയാണ്. 18:7. അങ്ങനെ ആ 5 പുരുഷന്മാരും പുറപ്പെട്ട് ലയീസിലേക്ക് ചെന്നു. അവിടുത്തെ ജനം സീദോന്യരെ പോലെ സ്വൈര്യവും സ്വസ്ഥതയും ഉള്ളവരായി. സ്വൈര്യവും സ്വസ്ഥതയുള്ളവരുടെ ലക്ഷണം കേട്ടോട്ടെ. നിർഭയം വസിക്കുന്നു. നിർഭയം വസിക്കും. യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ ദേശത്ത് ആരുമില്ല. ഈ ഒരു അനുഭവം വന്നാലേ നിർഭയം വസിക്കാൻ പറ്റൂ. എനിക്ക് ദോഷം ചെയ്യാൻ പ്രാപ്തിയുള്ളവൻ ദേശത്തില്ലെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? നിനക്ക് ദോഷം ചെയ്യുവാൻ, നിന്റെ കുടുംബത്തിന് ദോഷം ചെയ്യുവാൻ, നിന്റെ തലമുറയ്ക്ക് ദോഷം ചെയ്യുവാൻ, നിന്റെ ബിസിനസ്സിന് ദോഷം ചെയ്യുവാൻ, നിന്റെ ജോലിക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ ദേശത്ത് ഇല്ല. ഈ വിശ്വാസത്തോടെ ഇന്ന് രാത്രി എത്ര പേർക്ക് പോകാൻ സാധിക്കും? യേശുവിന്റെ നാമത്തിൽ ശത്രു തല പൊക്കാതെ വണ്ണം കീഴടക്കി നിന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവമുണ്ട്. ആ വിശ്വാസം പ്രാപിച്ചുകൊണ്ട് ഇന്ന് പോയാൽ നടക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. 4-ാം സങ്കീർത്തനം അവസാന വാക്യം. ഈ പറഞ്ഞ വിശ്വാസം കൊണ്ട് നിങ്ങൾ പോയാൽ ഇന്ന് നടക്കാൻ പോകുന്ന കാര്യമാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അടുത്തത്, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇന്ന് രാത്രി നിർഭയം. നീ കിടന്ന് ഉറങ്ങത്തക്കവണ്ണം ദൈവകൃപ നിനക്ക് വേണ്ടി വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ സകല ഭയങ്ങളെയും മാറ്റിക്കൊണ്ട് ദൈവകൃപ വ്യാപരിക്കണമേ. പ്രൈസ് ഗോഡ്. ഇനി അടുത്ത ലക്ഷണം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 7:1 2 ശമൂവേൽ 7:1 2 ശമൂവേൽ 7:1 പെട്ടെന്ന് എടുക്കാട്ടെ, സമയമായി. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകി. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി എന്ത് ചെയ്യും? സ്വസ്ഥത തരും. ഇന്ന് രാത്രി എന്ത് വേണം? സ്വസ്ഥത വേണോ? എങ്ങനത്തെ സ്വസ്ഥതയാ? ശത്രുവിന് തല പൊക്കാതെ വണ്ണം കീഴടങ്ങി നിന്നെ നിർഭയം വസിക്കുമാറാക്കത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, രാജാവിൻ്റെ സ്വസ്ഥത വരത്തക്കവണ്ണം സകല ശത്രുക്കളെയും ഇന്ന് രാത്രി അവൻ നിർമൂലമാക്കുന്ന ഒരു ദൈവകൃപയാണ് വേണ്ടത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി ആമേൻ. 5:4 1 രാജാക്കന്മാർ 5:4 1 രാജാക്കന്മാർ 5:4. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ദൈവം സ്വസ്ഥത എന്തില്ല? ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല, ശത്രുവില്ല, തടസ്സവും പോയി. ഇന്ന് രാത്രി ഇതുപോലൊരു സ്വസ്ഥത തരാൻ ദൈവത്തിന് കഴിയുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നിട്ട് 8:56 1 രാജാക്കന്മാർ 8:56. താൻ വാഗ്ദാനം ചെയ്തതുപോലെ ഒക്കെയും 2 കൊരിന്ത്യർ 2 ക്രോണിക്കിൾസ് 2 ക്രോണിക്കിൾസ് 14:6 2 ദിനവൃത്താന്തം 14:6. യഹോവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിന് സ്വസ്ഥതയുണ്ടാകിയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധമില്ലാകിയാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. സ്വസ്ഥത വന്നാൽ പിന്നെ എന്തില്ല? യുദ്ധമില്ല. ഇന്ന് രാത്രി യുദ്ധമില്ലാത്ത ഒരു അനുഭവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വീട്ടിൽ യുദ്ധമില്ല, ഓഫീസിൽ യുദ്ധമില്ല, ബിസിനസ്സിൽ യുദ്ധമില്ല, ഒരിടത്തും യുദ്ധമില്ല. കാരണം എന്നറിയാമോ? ശത്രുവില്ല. നിന്നോട് യുദ്ധം ചെയ്തിരുന്ന ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ ഇന്ന് രാത്രി ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അടുത്തത് പെട്ടെന്ന് വായിച്ചു തീർക്കാം. അവർ യഹൂദയിൽ ഉറപ്പുള്ള
അവർ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. അവർ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇതങ്ങോട്ട് ശരിയായി കഴിഞ്ഞാലുണ്ടല്ലോ, നീ പിന്നെ ഉറപ്പുള്ള പട്ടണം പണിയും. ഇത്രയും നാളും പണിത പോലത്തെ പണിയല്ല, ഉറപ്പുള്ള പട്ടണം പണിയും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ സാധ്യത വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്ത് വില കൊടുത്തും പുരുഷാരത്തിനിടയിൽ കൂടെ തിക്കി തിരക്കി മുന്നോട്ട് ചെന്ന് അവനെ തൊടാൻ ശ്രമിച്ച ഒരു രക്തസ്രവക്കാരത്തിക്ക് കിട്ടിയ രോഗസൗഖ്യമല്ല, അവൾക്ക് കിട്ടിയ സ്വസ്ഥത. മർക്കോസ് 5:34 വായിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം. അവൾ മുമ്പോട്ട് വന്ന് തൊട്ടു, സൗഖ്യമായി, ബാധ ഒഴിഞ്ഞു, സ്വസ്ഥമായി. ഇന്ന് രാത്രി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാകത്തക്കവണ്ണം മുമ്പോട്ട് വന്ന് തൊടാൻ താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് മുമ്പോട്ട് വരാം. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ. സഹോദരൻ മറീസയുടെ അവിടുത്തെ ചവിട്ടുന്ന വല്ല ഉണ്ടെന്ന് മാറ്റി വെച്ചാൽ കുറച്ച് പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ചില ബാധകൾ ഒഴിഞ്ഞ് പറ്റും. യേശു ആ ഒരു പാട്ടിൻ്റെ അടിയിൽ പാടുമ്പോൾ നമുക്ക് വിശ്വാസം മുന്നോട്ട് വരാം. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. മുന്നോട്ട് വരാം. ഇന്ന് രാത്രി ഒരു വിടുതലാണ് വേണ്ടത്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിലൊരു വിടുതല വേണം, നിന്റെ ബിസിനസ്സിലൊരു വിടുതല വേണം, നിന്റെ ജോലിയിലൊരു വിടുതല വേണം. പുറകിലെ മറിച്ചു നിൽക്കാതെ മുന്നോട്ട് പോവാ. ഇന്ന് രാത്രി അവിടെ നിൽക്കുന്ന നിലത്ത് നിന്നുകൊണ്ട് അവനല്ല തിക്കി തിരക്കി മുന്നോട്ട് വന്നു. രക്തസ്രവക്കാരത്തി മുന്നോട്ട് വന്നു. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ നീ മുന്നോട്ട് വന്ന് ദൈവസന്നിധിയിൽ വിടുതൽ എടുക്കാം. പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ കൈത്ത് തെറ്റിക്കാർക്ക് മുന്നോട്ട് വരാൻ കേട്ടോ. ഇന്ന് രാത്രി അതിഥികൾക്ക് മാത്രമല്ല, ആവശ്യമാണ്. ഓ, യേശുവിന്റെ നാമത്തിൽ ഇന്നൊരു വിടുതൽ ദിവസമാകട്ടെ, സ്വസ്ഥതയുടെ ദിവസമാകട്ടെ. യേശുവിന്റെ നാമത്തില് സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്. യേശുവെ പോലാരുമില്ല. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയുന്നു, വിടുതൽ ആവശ്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കല്ലേ. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ ദിവസമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു വിടുതലാണ്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന് വിടുതലാണ്, നിന്റെ ജീവിതത്തിൽ വിടുതലാണ്. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്, സ്വർഗത്തിലും ഭൂമിയിലും. നിൽക്കുന്ന സീറ്റിൽ നിന്ന് അനങ്ങെങ്കിലും ചെയ്യ്, നിൽക്കുന്ന സീറ്റിൽ നിന്ന് മാറ്. നിനക്കൊരു വിടുതൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നിൽക്കുന്നിടത്ത് നിന്ന് മുന്നോട്ടിറങ്ങ്, 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 മുന്നോട്ടിറങ്ങ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ്, ബൗഡക ജലബല ജലബല ഹത്തല ബൗഡക ശൈഡക ജാരക ജൗഡക വൽബല ഹത്തല ബൗഡ ശബ്ദൽ ഹേ ശൗഡക ജാര ധീവര ബല ബലബല ഗരബല ദുരബല ഹത്തല. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഓ ശൗഡ ജാര ധീവല ജലബ ഗൗഡക ജലബല ദുൽബല ബലബല ഹത്തല ഹർമല ബൗഡക ജാരക ബല ബലബല ഗൗഡക ജഗര ബല മാര സൂലര മാര ബല മാര ശൗഡർ ജർവ ബല ജനഗൽ ഗൗഡക ജഗരക ബല മരബൽ ഗൗഡക ജാരക ബല മാരക ജാരക ജൈനക ബല മരബല ഹത്തല മരബ ബല മാര ശൗഡർ ജാര ജൗഡ സാദര ജനബല ബല മരബൽ ഗൗഡക ജാരക ബല മാര. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിടുതലുകൾ നടക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, സൗസ്ഥത ഭാവിക്കട്ടെ. Jesus, Jesus, Jesus. The name of Lord 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 Jesus. Amen. Amen. Praise God. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Praise God.